എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? നമ്മളിന്നൊരു ബ്രീഡർ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലാവ ഫാം ഉണ്ടാക്കണം. അപ്പം ഞാനതിന് നേരത്തെ എല്ലാ ഗ്രൈൻഡ് വർക്കും ചെയ്തിട്ട് നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ ടൈം ലാപ്സ് ഇല്ല, എന്നാലും അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കി തീർന്നു. നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കി തീർന്നു. ഇവൻ വേറെ ഏതൊരു ഇതാണ്. അപ്പോൾ ഞാൻ കുറേ ശ്രമിച്ചു. ഇത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ അത് വർക്കായില്ല. അത് രണ്ട് വില്ലേജറും പണിയെടുത്തില്ല. ഇപ്പോഴാണ് ഒന്ന് പണിയെടുത്തത്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഗ്ലാസ്സൊക്കെ വെക്കണം. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത്രയും പൊക്കി കെട്ടിയെന്ന് പറഞ്ഞാൽ സോംബി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോംബി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് റെഡിയാക്കട്ടെ. അല്ലെങ്കിൽ അമ്മമാർ 2 ബ്ലോക്ക് ചാടുവാകും. ഓക്കെ, പിന്നെ ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചു, വന്നിട്ട് കിട്ടിയില്ല. പിന്നെ വീണ്ടും ഒരുത്തന് കണ്ട ഇതാ സംഭവം. ഇങ്ങനെ നടക്കും. ഒരുത്തൻ ജോലി എടുക്കില്ല, ഒരുത്തൻ ജോലി എടുക്കും. അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ഇവനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം. വേണ്ട, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാം. അപ്പോൾ ഇങ്ങനെയാണ് പരിപാടി. എന്നാലും കുഴപ്പമില്ല, ഒരുത്തൻ ഫാമറില്ലേ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇടയ്ക്ക് വല്ലതും ഒരു സാധനം കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ബ്രീഡർ വർക്കിംഗ് ആണ്, ഒരു അത്യാവശ്യം ചെറിയ വർക്കിംഗ് ആണ്. പിന്നെ ഇനി നമുക്ക് ലാവ ഫാം ഉണ്ടാക്കണം. ലാവ ഫാമിന് നമുക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല, കേവിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനൊന്ന് അവിടെ എടുത്തിട്ട് ലാവ ഫാം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അയ്യോ, എനിക്ക് ലാവ ഫാം ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഈ ലാവ എൻ്റെ കയ്യിലുണ്ടായാലും കോൾഡ്രം വേണം അത് എടുക്കാൻ. അപ്പം ആ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് അയൺ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ അയൺ ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ ഞാൻ ഈ ബ്രീഡർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ക്യാറ്റ് ഫാം ഉണ്ടാക്കണമായിരുന്നു. അതാണെങ്കിൽ ബ്രീഡ് ചെയ്ത് നമുക്കൊരു അയൺ ഫാം എങ്കിലും ഉണ്ടാക്കാം. അയൺ ഫാമിൽ നിന്ന് വീണ്ടും ബ്രീഡ് ചെയ്ത്, അയൺ ഫാമിൽ നിന്നല്ല, ബ്രീഡറിൽ നിന്ന് വീണ്ടും ബ്രീഡ് ചെയ്ത് നമുക്കൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് ഡയമണ്ടൊക്കെ എടുക്കാം. ഡയമണ്ട് ആർമർ ടൂൾസ് എല്ലാം. പക്ഷേ മിക്കവാറും എനിക്ക് ഈ ലാവ ഫാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാനിത് ഇൻവെൻട്രി വെച്ചേക്കാം. അപ്പം അടുത്ത എപ്പിസോഡിൽ ഒരു ക്യാറ്റ് ഫാം ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഞാൻ മൈനിങ്ങിനൊക്കെ പോയി കോൾഡ്രൺ സെറ്റാക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലാവ ഫാമും നാളെ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഗൈസ്, നിങ്ങളെൻ്റെ വീട് കത്തുന്ന കത്ത് കണ്ട ഗൈസ്, എന്ത് ചെയ്യാനാ ഗൈസ്? അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ലാഭയൊന്ന് പോയി, എൻ്റെ എല്ലാ സാധനങ്ങളും പോയി. എൻ്റെ വീട് കത്തുന്ന കത്തൽ കണ്ട ഗൈസ്, മിക്കവാറും ഞാൻ ഈ സീരീസ് ഇപ്പം തന്നെ നിർത്തേണ്ടി വരും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത്രയും വലിയ എനിക്ക് വിഷമമാകുന്നു. എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അടുത്ത എപ്പിസോഡായി വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ. ഇപ്പോഴും അങ്ങനെ തന്നെ, ഫുൾ നോ ആർമർ ആൻഡ് ടൂൾസ്. പിന്നെ ഒരു കാര്യം, ഈ ബേസ് എനിക്കിനി വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റൂല. അതിനുള്ള റിസോഴ്സൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടാവില്ല, എല്ലാം കത്തിപ്പോയില്ലേ. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ബേസ് ഉണ്ടാക്കിയത്, ഒരു കുട്ടി ബേസ്. ഇത്രയൊന്നും 2 നിലയൊന്നുമില്ല, ഒറ്റ നിലയുള്ള ഒരു സാധാരണ നോർമൽ മൈൻക്രാഫ്റ്റ് ബേസിക് ബിൽഡാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, എൻ്റെ വിധി ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ ഒരിക്കലും ഒരു മര്യാദയ്ക്കൊരു സീരീസ് തുടങ്ങിയിട്ടില്ല. അപ്പം ബൈ. സോ ഗൈസ്, എൻ്റെ പൊട്ടിയ ബേസ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ബേസ് പണിയണോ അതോ പുതിയ സീരീസ് തുടങ്ങണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക.